അല്ലാഹുവിനെ പേടിച്ചവന് ലോകം മുഴുവനും പേടിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അള്ളയെ പേടിച്ചവന് ലോകം മുഴുവൻ പേടിക്കും, എല്ലാരും പേടിക്കും. അള്ളയെ പേടിക്കണം, എങ്കിലേ രക്ഷപ്പെടുള്ളൂ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഈ പൗരത്വ ഭേദഗതി ബില്ലും ഈ വിഷയങ്ങളുമായിട്ടൊക്കെ ലോകം മുഴുവൻ ചർച്ച നടക്കുമ്പോൾ ഖുർആനിലേക്ക് നമ്മളത് തിരിഞ്ഞു നോക്കണം. എന്താ ഖുർആൻ പറയുന്നത്? ഖുർആൻ എന്താ പറയുന്നത്? 3 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകാൻ. 3 കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലേക്ക് ചൂണ്ടിയിട്ട് പറയേണ്ടതായ വാക്കാണത്. അല്ലാഹു പറയുന്നു 3 കാര്യങ്ങൾ അല്ലാഹു വാഗ്ദാനം നൽകുകയാണ്, നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറണോ 3 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. 3 കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. 3 കാര്യങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്, അടിവരയിട്ട് പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഈ 3 കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചാൽ ഈ കാലഘട്ടത്തിലേക്ക് ചൂണ്ടിയിട്ട് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങളാണതൊക്കെ. സൂറത്തുൻ നൂർ നല്ലതുപോലെ ശ്രദ്ധിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الظالمون وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون. രണ്ടായത്ത് മാത്രമാണ് അല്ലാഹു പറയാ. وعد الله الذين آمنوا منكم وعملوا الصالحات. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആളുകൾ, നിങ്ങളിൽ നിന്ന് സുകൃതം ചെയ്യുന്നതായ ആളുകളില്ലയോ? അല്ലാഹുവിലും അന്ത്യദിനത്തിലും അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിതായ മുഅ്മിനീങ്ങളെ, സുകൃതങ്ങൾ ചെയ്യുന്നവരെ ലയസ്തഖലിഫന്നഹും ഫിൽ അർദ് കമസ്തഖലഫല്ലദീന മിൻ ഖബലിഹിം. നിങ്ങളുടെ പൂർവികരാകുന്ന ആളുകളുടെ കൈകളിലേക്ക് അധികാരത്തിന്റെ ചെങ്കോല് നൽകിയതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് നാം അധികാരം നൽകാം. നിങ്ങൾക്ക് അധികാരം വേണോ? അധികാരം തരാം. അധികാരമോഹിയാണോ? അധികാരം തരാം. അതല്ല, നിങ്ങൾക്ക് ഈ ഭൗതികമാകുന്ന ലോകത്ത് നിലനിൽപ്പിന് ആവശ്യമായ അധികാരം നിങ്ങൾക്ക് ആവശ്യമാണോ? അത് തരാം. ഖുർആൻ പറയാൻ, അല്ലാഹു പച്ചയ്ക്ക് പറയാൻ, വ്യക്തമായി പറയാൻ, ليستخلفنهم في الأرض كما استخلف الذين من قبلهم. ഈ ഭൂമിയിലുള്ള അധികാരമാണോ നിങ്ങൾക്ക് ആവശ്യം? നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്, ഉറപ്പായിട്ടും അല്ലാഹു തരും. അല്ലാഹു പറയാൻ, وَلَيُمَكِّنَنَّ لَهُمْ دِينَهُمُ الَّذِي ارْتَضَىٰ لَهُمْ. ഈ ദുനിയാവിൽ ഭൗതികമായ ലോകത്ത് അല്ലാഹുവിനെ ആരാധിച്ച് ജീവിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വേണോ? അതിനുള്ള സൗകര്യം വേണോ? ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിക്കാതെ നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഈ ദുനിയാവിൽ സാധ്യമാക്കാം. നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഇത് വേണോ? ഒരാൾ നിങ്ങളുടെ മെക്കിട്ട് കയറാത്ത രീതിയിൽ സന്തോഷകരമായ ജീവിതം ഈ ദുനിയാവിൽ നിങ്ങൾക്ക് സാധിക്കണോ? തരാം, ഞാൻ തരാം. അല്ലാഹു പറയാൻ. അഥവാ ഒന്ന് അൽ ഇസ്തിഖ്ലാഫു ഫിൽ അർദ്, ഭൂമിയിൽ അല്ലാഹു നിങ്ങളുടെ പ്രാതിനിധ്യം, നിങ്ങളുടെ അധികാരം നിങ്ങളുടെ കയ്യിൽ തരും. രണ്ടാമത്തത് തംകീനു ഫിദ്ദീൻ, ദീൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരും. ഈ ദുനിയാവിൽ ദീൻ പറയുന്നതിന്, വാദിന്റെ സദസ്സുകൾ ഉണ്ടാക്കുന്നതിന്, പള്ളിയുടെ മിനാരങ്ങളുടെ ബാങ്ക് പുറത്തേക്ക് വരുന്നതിന്, നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നതിന്, വാദിന്റെ സദസ്സുകൾക്ക്, സലാത്തിന്റെ മജ്ലിസുകൾക്ക് ഒരു പ്രശ്നവും തട്ടാതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനോഹരമായ രീതിയിൽ നിങ്ങളുടെ മക്കളെ മദ്രസയിൽ വിടാനും സ്കൂളിൽ വിടാനും എല്ലാ കാര്യങ്ങളും ഈ ദീനിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി ഞാൻ തരാം. അല്ലാഹു പറയാൻ, ഞാൻ തരാം. അല്ലാഹു വാഗ്ദാനം ചെയ്യാൻ. 3 وَلَيُبَدِّلَنَّ
من بعد خوفهم أمنا وليبدلنهم من بعد خوفهم أمنا ഭയപ്പാടിന് ശേഷം നിർഭയത്വത്തോടുകൂടിയുള്ള ജീവിതം നിങ്ങൾക്ക് വേണോ? ഭയചകിതമായ അന്തരീക്ഷത്തിൽ നിന്ന് റാഹത്തായ നിലയിലുള്ള ജീവിതം വേണോ? ആരെയും പേടിക്കാതെ ഒരാളെയും ഭയപ്പെടാതെ നിങ്ങൾക്ക് ജീവിക്കണോ? ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിച്ചുകൊണ്ട് കടന്നു വരാത്ത യുഗത്തിലേക്ക് പോകണോ? അല്ലാഹു 3 കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അധികാരം വേണോ? ഈ ദീനിനെ സൗകര്യപ്പെടുന്ന ജീവിതം നിങ്ങൾക്ക് അല്ലാഹു ഈ ദുനിയാവിൽ സാധ്യമാക്കണോ? ഭയമില്ലാത്ത ജീവിതം അല്ലാഹു നിങ്ങൾക്ക് നൽകണോ? യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ എന്നെ മാത്രം ഒന്ന് ആരാധിക്കണേ. സിനിമാ നടന്മാര്, തമ്പുരാക്കന്മാര്, സഹോദരിമാര്, നടിമാര് ഒരിക്കലും നിങ്ങൾ രാജാക്കന്മാരാക്കരുതേ. അവരുടെ ഫാൻസുകളായി നിങ്ങൾ പോകരുതേ. ആരാധ്യൻ ഒരാൾ മാത്രമാണ്. അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, ജഗന്നിയന്ത.